പ്പെട്ടവരോട് പറയാ, ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചെറുപ്പളശ്ശേരി ഭാഗത്ത് രാവിലെ ഒരു കല്യാണത്തിന് പോയതാണ്. പോണ സമയത്ത് എൻ്റെ വണ്ടിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു കാറ് വന്നിട്ട് ഒരു വണ്ടിയായിട്ട് ഇങ്ങനെ ആക്സിഡൻ്റ് ആയി കിടക്കുക. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫ് കക്കുപടി, ഞങ്ങൾ രണ്ടും പെട്ടെന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് ചെല്ലണ സമയത്ത് യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന രണ്ട് ചങ്ങാതിമാരുണ്ട്, ഈബുൾ ജെറ്റ് അങ്ങനെ എന്താ രണ്ട് ചങ്ങാതിമാരുണ്ട്. ഈ രണ്ട് സഹോദരങ്ങൾ വണ്ടിയിൽ നിന്ന് തെറിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കിടക്കുക. ആ സഹോദരങ്ങളുടെ അമ്മ വായിൽ നിന്ന് ഇങ്ങനെ പല്ലൊക്കെ പോയിട്ട് ചോര ഒലിപ്പിക്കുന്നു. അച്ഛൻ വണ്ടിക്കകത്ത് ഇങ്ങനെ ചോരയെ കൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സഹോദരി ഒരു ചെറിയ കുട്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ മാറി നിൽക്കുക. ചെറുതായിട്ട് എന്തോ ഉറങ്ങിപ്പോയതാ. വണ്ടി വന്ന് ഒറ്റ ഇടി ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിലുള്ള വണ്ടിയിൽ ഒന്ന് ഇടിച്ചിട്ട് ആകെ പ്രശ്നവും പ്രതിസന്ധി. അതാ ഒറ്റ നിമിഷത്തെ അശ്രദ്ധ മതി പ്രിയപ്പെട്ടവരെ ജീവിതം താറുമാറാകാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ യാത്രയിൽ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞാൻ പറയണത്, ഓപ്പറേഷൻ കഴിഞ്ഞവരാണ് പലരും. ഈ ഓപ്പറേഷൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് തരും, അല്ലേ? അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് തരും. ഈ മരുന്ന് എനിക്കും നിങ്ങൾക്കും തരുന്നെന്തിനാ? ഈ അനസ്തേഷ്യയുടെ മരുന്ന് നമുക്ക് തന്നതിന് ശേഷം നമ്മുടെ ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ഡോക്ടർമാർ എന്ത് ചെയ്യൂ, കത്തി കുത്തിയിട്ട് ശരീരം മുറിക്കത്തുള്ളൂ. പക്ഷേ ഒരു മഹാനവറുകളുടെ കാല് മുറിച്ച് കളഞ്ഞു, ഒരു അനസ്തേഷ്യയും കൊടുത്തില്ല, ഒരു മയക്കുമരുന്നും കൊടുത്തില്ല, ഒരു കഞ്ചാവും കൊടുത്തില്ല. ആ മഹാനവറുകളുടെ ബോധം നഷ്ടപ്പെടാൻ ഒന്നും ചെയ്തില്ല. ആ മഹാനവറുകളുടെ കാല് പഴുത്തു, വൈദ്യന്മാർ മുറിച്ചു കളഞ്ഞു. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ആ മഹാനവറുകൾക്ക് എടുത്തില്ല. കാരണമെന്തേ? ഇന്നും മദീനയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെന്നു കഴിഞ്ഞാൽ ആ മഹാനവറുകളുടെ കൊട്ടാരങ്ങളുടെ ശേഖരങ്ങൾ ഇന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മദീനയുടെ മണ്ണുകളിൽ കാണാൻ കഴിയും. ആരാ? ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിച്ചപ്പോൾ വേദന എടുത്തില്ല. കാരണമെന്തേ? ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല. കാരണമെന്തേ? ആരാ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ? ആരാ? പഠിച്ചോ? ആരാ? ഉറുവതങ്ങളുടെ പ്രത്യേകത എന്താ? പടച്ചവനെ, ഉറുവതങ്ങളാരാ? പടച്ചവനെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ഹയ്യ അലസ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ ഉറുവതങ്ങളുണ്ടല്ലോ, നമസ്കരിക്കുന്നവരാ, ഇബാദത്ത് ചെയ്യുന്നവരാ. ഉറുവതങ്ങൾ നിസ്കരിക്കുകയാ. ഉറുവതങ്ങൾ നിസ്കരിച്ച് ഉറുവതങ്ങളുടെ കാലന്റെ പ്രിയപ്പെട്ടവർ ആനിങ്ങനെ പറഞ്ഞിട്ടോ നിരവധി തവണയുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു കൈ തന്നില്ലടോ, അല്ലാഹു കാല് തന്നില്ലടോ, അല്ലാഹു ആരോഗ്യം തന്നില്ലടോ, അല്ലാഹു കണ്ണ് തന്നില്ലടോ, അല്ലാഹു ചെവി തന്നില്ലടോ, അല്ലാഹു ശ്വാസം തന്നില്ലടോ എന്നിങ്ങനെ എന്നെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ, എന്തേ മോനെ അല്ലാഹുവിനെ മറന്നതെന്തേ? എന്തേ മോനെ അല്ലാഹുവിനെ ഓർക്കാത്തതെന്തേ? ഫബിഅയ്യി ആലാഇ റബ്ബി കദ്ദിബാൻ. പടച്ചവനെ, ഉർവതങ്ങൾ പറയുകയാ, എനിക്ക് നിസ്കരിക്കണമല്ലോ, എനിക്ക് ഇബാദത്ത് ചെയ്യണമല്ലോ, എന്റെ കാല് മുറിച്ച് കളയാൻ പാടില്ല. മഅദല്ലാ, വൈദ്യന്മാര് തിരിച്ചു നടക്കുകയാ. ദിവസങ്ങൾ കഴിയുകയാ, മാസങ്ങൾ കഴിയുകയാ. ഉർവതങ്ങള് നിസ്കരിച്ച് കാലന്റെ പ്രിയപ്പെട്ടവരെ പഴുത്തുകൊണ്ട് ചീഞ്ചലം ഇങ്ങനെ കടന്നു വരികയാ. വേദന കൊണ്ട് റബ്ബേ പടച്ചവരെ പുളയുകയാ. ഉർവതങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടല്ലോ ദ്വാരധാരയായിട്ട് കടന്നു വരികയാ. ഉർവതങ്ങൾ വേദന കൊണ്ട് പൊളയുമ്പോ വൈദ്യന്മാര് രണ്ടാമത്തെ തവണയുണ്ടല്ലോ ഉർവതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ പടച്ചവരെ പരിശോധിക്കുകയാ. എന്നിട്ടതാ ഉർവതങ്ങളോട് പറയുകയാ, അല്ലാഹുവേ, ഉർവതങ്ങളോട് വൈദ്യന്മാര് പറയുകയാ, തങ്ങളെ ഇത് വല്ലാത്ത പ്രതിസന്ധിയാ, ഈ കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിലോ മഅദല്ലാഹ്
സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ മരണം പോലും സംഭവിക്കാമല്ലോ. നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ നിസ്കരിക്കാൻ കഴിയൂലല്ലോ. നിങ്ങളുണ്ടല്ലോ കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ കിടപ്പിലായി പോകും തങ്ങളെ. ഉർവതങ്ങൾ പറയുകയാ, എനിക്ക് നിസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, കാലിൽ ചെറിയൊരു വേദന വരുമ്പോ അള്ളാന്റെ പള്ളിയിലേക്ക് പോകാൻ മടി കാണിക്കുന്ന പ്രിയപ്പെട്ട യുവത്വമേ, പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, റമളാനിനൊരു നോമ്പ് പിടിക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ പേരില് അല്ലാഹുവേ ഇശാ നിസ്കരിക്കാൻ കിടക്കാൻ പോകല്ലേ. ഉർവതങ്ങൾ പറയുകയാ, എനിക്ക് നമസ്കരിക്കണമല്ലോ, എനിക്ക് ഇബാദത്ത് ചെയ്യണമല്ലോ, എനിക്ക് സുജൂദ് ചെയ്യണമല്ലോ. എൻ്റെ കാലുണ്ടല്ലോ മുറിച്ചുകൊള്ളുക, അറുത്തുകൊള്ളുക. വൈദ്യന്മാര് പറയുകയാ, കാല് മുറിച്ച് കളയുമ്പോ വേദന എടുക്കും നിങ്ങളെ, വല്ലാത്ത പ്രതിസന്ധിയാ. ഉർവതങ്ങൾ ചോദിക്കുകയാ, വേദന എടുക്കാതിരിക്കാൻ മാർഗമുണ്ടോ, വഴികളുണ്ടോ? ഉർവതങ്ങൾ പറയുകയാ, ഉർവതങ്ങൾ ചോദിക്കുകയോ, വേദന എടുക്കാതിരിക്കാനും മാർഗമുണ്ടോ? വൈദ്യന്മാർ ഉർവതങ്ങളോട് പറയുകയാ, ഒരു കോപ്പം മസ്തു കൂടെ കള്ളുണ്ടല്ലോ, ഒരു കോപ്പ വീര്യം കൂടിയ കള്ളുണ്ടല്ലോ, തങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതാ. ഈ കള്ള് കുടിക്കുമ്പോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നതാ. ബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോ നിങ്ങളുടെ കാലതാ മുറിച്ച് കളയുന്നതാ. ഉർവതങ്ങൾ വിറങ്കലിക്കുകയാ, ഉർവതങ്ങൾ ദേഷ്യപ്പെടുകയാ, ഉർവതങ്ങൾ കരയുകയാ. ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയോ, കള്ള് മുസ്ലിമീങ്ങൾക്ക് ഹറാമോ? കള്ള് ഹലാലല്ല. കള്ള് കുടിച്ചുകൊണ്ട് ഭാര്യയെ തല്ലുന്നവരെ, കള്ള് കുടിച്ചുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരെ റസൂലുള്ള പറയുകയാ, റസൂലുള്ള പറയുകയാ, റസൂലുള്ളാഹിക്ക് ഒരു വിഭാഗത്തിന് വല്ലാത്ത ദേഷ്യമാ. റസൂലുള്ളാഹിക്ക് ഒരു വിഭാഗത്തിന് വല്ലാത്ത ദേഷ്യമാണ്. ചെറുപ്പക്കാരാ, അതാരെന്നറിയോ? സഹാബത്ത് പറയുകയാ, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ ഭാര്യയെ തല്ലാൻ കയ്യോങ്ങിയാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. കള്ളു കുടിച്ചുകൊണ്ട് ഭാര്യയുടെ നെഞ്ചത്ത് ചവിട്ടുന്നവരെ, കള്ളു കുടിച്ചുകൊണ്ട് ഭാര്യയെ തല്ലുന്നവരെ, കള്ളു കുടിച്ചുകൊണ്ട് ഉമ്മയെ തല്ലുന്നവരെ മഅദല്ലാഹ് നരകമാ. വൈദ്യന്മാര് കടന്നു വരികയാ, വൈദ്യന്മാര് കടാറിയെടുക്കുകയാ. പടച്ചവനെ, ഉർവതങ്ങൾ നിസ്കരിക്കാൻ നെയ്യത്ത് വെക്കുകയാ, ഉർവതങ്ങളെ കൈകെട്ടുകയാ. പടച്ചവനെ, വജ്ജഹ തോതുകയാ. എന്നിട്ടതോ ഉർവതങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിഹ ഓതുകയാ. എന്നിട്ടതാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവതങ്ങൾ നിസ്കരിക്കണ സമയത്ത് ഉർവതങ്ങളുടെ കാല് മുറിച്ച് കളഞ്ഞു. ഉർവതങ്ങൾക്ക് വേദന എടുത്തില്ല. നമ്മളാണേലോ നമ്മൾ നിസ്കരിക്കണ സമയത്ത് പള്ളിയിൽ ചെറിയൊരു കൊതുകനങ്ങിയാൽ നമ്മളറിയും. പള്ളിയിൽ ചെറിയൊരു കൊതുകനങ്ങിയാൽ നമ്മളറിയൂലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഈ മാന്തലിക്ക് ഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, പള്ളിയിലൊക്കെ ചില കുട്ടികൾ നിസ്കരിക്കാൻ വന്നിട്ട് ഭയങ്കര ചിരിക്കണത് കാണാം. ഈ തറാവീഹിനൊക്കെ എന്തിനാണെന്നറിയോ ഞാൻ പറയണത്? ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? പള്ളിയുടെ ഏറ്റവും പുറകിലത്തെ സഫിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ നിൽക്കണം. ഓരോ കൂലി കളയണമെന്നില്ല. ഈ ചില മക്കളുണ്ട് വന്നിട്ട് ഹമുക്കത്തരം കാണിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ വരുന്ന ചില മക്കളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുയെ പള്ളിയിലെ ഇമാമ് മുമ്പിൽ നിന്നിട്ട് ഭയങ്കര കിറാത്തൊക്കെ ഓതുമ്പോൾ പുറകെ ചങ്ങാതിരിപ്പം മുണ്ടുമൊക്കെ കാണിക്കും. അങ്ങനത്തെ മക്കളാ. അള്ളാഹു ഈ മന്ദലിക്ക് ഗ്രഹിക്കും മറവട്ടെ. എപ്പോഴും എന്ത് ചെയ്യുക? നമ്മുടെ മക്കളെ നമ്മൾ കാത്തു പള്ളിയിലേക്ക് എപ്പോഴും അവരെ നിസ്കരിക്കാൻ വിടുക. ഇനിയിപ്പോൾ ഉസ്താദെ സുബഹി നേരത്തെ അല്ലേ ഉസ്താദെ, പള്ളിയും വീടും ദൂരമുണ്ട് ഉസ്താദെ, അവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നിസ്കരിപ്പിക്കുക. ഞാൻ പറയാ, 5 വക്കത്ത് നിസ്കാരം നിസ്കരിച്ച നമ്മുടെ മുഖത്തിൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു പ്രകാശം ഉണ്ടാവും. 5 വക്കത്ത് നിസ്കരിച്ചാൽ നമ്മുടെ മുഖത്തിൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു പ്രകാശം ഉണ്ടാവും. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്,
എന്നോട് തന്നെ എത്രയോ സഹോദരിമാർ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറയും, ഉസ്താദെ മുഖക്കുരു മാറാൻ വല്ല ദുആ ഉണ്ടോ ഉസ്താദെ? എന്താ പറയണേ? മുഖക്കുരു മാറാൻ വല്ല, എനിക്ക് ഡോക്ടറിൻ്റെ പണിയല്ലല്ലോ, ഞാൻ പറഞ്ഞു കൊടുക്കലില്ല. മുഖക്കുരു മാറാൻ ദുആ ഉണ്ടോ ഉസ്താദെ? വെളുക്കാൻ ദുആ ഉണ്ടോ ഉസ്താദെ? അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എന്നോട് ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദെ വെളുക്കാൻ വല്ല ദുആ ഉണ്ടോ ഉസ്താദെ? ഞാൻ പറഞ്ഞു സലാത്തിലിട്ട് മുഖത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ സഹോദരി, ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ പറഞ്ഞത് കട്ട് ചെയ്തിട്ട് എവിടെ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നത് എനിക്കൊരാൾ കാണിച്ചു തന്നെയാണ്. പിന്നെന്താ ഉസ്താദ് കറുത്തിരിക്കണേ? അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എനിക്ക് മനസ്സിൽ കത്തിയില്ല, ബൾബ് കത്തിയില്ല. എന്നോടൊരു സഹോദരി ചോദിച്ചു, ഉസ്താദെ വെളുക്കാനുള്ള മരുന്നെന്താ? ഞാൻ പറഞ്ഞു സലാത്ത് ഇല്ല മതി. അപ്പോൾ അതിൻ്റെ അടിയിൽ പ്രസംഗത്തിൻ്റെ അടിയിൽ ഒരു കമൻറ്റാ, പിന്നെന്താ ഉസ്താദ് കറുത്തിരിക്കണം? അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു ഇപ്പം കത്തി, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ പറയാ, വെളുക്കണോ? എല്ലാവരും ആഗ്രഹം വെളുത്ത പെണ്ണിനെ കെട്ടു, കറുത്ത പെണ്ണിനെ കെട്ടൂല. കറുത്ത പെണ്ണിനെ കെട്ടിയ ദുനിയാവും പോയി ആഖിറം പോയി എന്നാണ് ചില ചെറുപ്പക്കാരുടെ വിചാരം. ഞാനിപ്പം ഞാൻ ദിവസമൊന്നും പറയണില്ല, എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ പെണ്ണ് കിട്ടണില്ല ഉസ്താദെ. ഞാൻ എന്താ കാരണം, നിൻ്റെ ഡിമാൻഡ് എന്താ? ഉസ്താദെ വെളുത്ത പെണ്ണിനെ കിട്ടണില്ല. എന്താ പറഞ്ഞാൽ? വെളുത്ത കണ്ണൂരുകാരൻ തന്നെ, വെളുത്ത പെണ്ണിനെ കിട്ടണില്ല ഉസ്താദെ. ഓന് വെളുത്തല്ല, ഓൻ എന്താ കൊടുക്കുക? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വെളുത്തും കറുത്ത കള്ള നമുക്ക് നിശ്ചയിക്കണമല്ലേ അല്ലേ? വെളുത്തവും കറുത്ത കള്ള നിശ്ചയിക്കണമല്ലേ? കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന പറയുന്നത് വെളുപ്പിലോ കറുപ്പിലോ ഒന്നല്ല അല്ലേ? ആണോ? അല്ല. അത് പറയാൻ ഞാൻ അർഹനല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ, അത് കഴിഞ്ഞ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. നമ്മുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് കറുപ്പോ വെളുപ്പൊന്നല്ല, നമ്മൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. ചില ആളുകൾ പറയുന്നു, ഉസ്താദെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ പെരുവരിൽ നിന്നിങ്ങനെ പെരുത്ത് കയറും ഉസ്താദെ എന്ന് പറയുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഞാൻ എറണാകുളത്ത് പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊരു ഉമ്മ പറഞ്ഞ, ഉസ്താദെ എൻ്റെ മകൻ രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിൽ കയറൂല ഉസ്താദെ, രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിൽ കയറൂല. അങ്ങനെ ഞങ്ങളൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു. അല്ല ഇപ്പം അങ്ങനെയാണല്ലോ, ചോറെടുക്കാൻ വേണ്ടി ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം. ഫാമിലി ഗ്രൂപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഓൻ്റെ ഏട്ടന്മാരൊക്കെ പറഞ്ഞത് ഓനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചെന്നുണ്ടാവും, രാത്രി 10 മണിക്കാവും വീട്ടിൽ കയറും. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു, ഞാനൊക്കെ ആ നിക്കാഹിൽ പങ്കെടുത്തു. ഞാൻ പിന്നെ ഒരു ദിവസം ഉമ്മാനെ കണ്ടപ്പോൾ ചോദിച്ചു, ഉമ്മ സങ്കടമൊക്കെ മാറിയില്ലേ, രാത്രി 10 മണിക്കാവും വീട്ടിൽ കയറൂലേ? ആ ഉമ്മ എന്നോട് ചിരിച്ചോണ്ട് പറയാം, ഉസ്താദെ കല്യാണത്തിന് മുമ്പ് ഈ ചങ്ങാതി വീട്ടിൽ കയറുന്നത് 12 മണിക്കും 12:30 ഉസ്താദെ, കല്യാണത്തിന് ശേഷവും ഇവൻ വീട്ടിൽ കയറുന്നത് 2:30 മണിക്കും 3:30 മണിക്കും ഉസ്താദെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ അല്ലേ? കുടുംബജീവിതത്തിൽ പ്രശ്നമാണെങ്കിൽ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, മുഖം വെളുക്കണോ? മുഖം പ്രകാശിക്കണോ? ഞാൻ പറയാ, ഇനി വെളുപ്പ് കറുപ്പെന്നല്ല ഞാൻ പറയണം, മുഖത്തൊരു പ്രകാശം അല്ലേ, അതാ വേണ്ടേ. അല്ലാതെ എത്ര കറുത്താലും അവരുടെ മുഖത്തൊരു ഈമാൻ ഉണ്ടാവും അല്ലേ? എത്ര കറുത്താലും മുഖത്തൊരു ഈമാനുണ്ട്. ഇപ്പം ഞാൻ ഒരു 1.5 കൊല്ലം മുമ്പ് നമ്മുടെ ഈ വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് വന്നപ്പോൾ ഞാൻ ട്രെയിനിലാണ് വരണേ. ട്രെയിനിൽ വരുന്ന സമയത്ത് എൻ്റെ ചുറ്റും ഒരു 4 ചെറുപ്പക്കാരുണ്ട്. ഒരുത്തൻ ട്രൗസറാണ് ഇട്ടിരിക്കണേ, ഒരുത്തൻ മുണ്ട് ധരിച്ചിട്ടുണ്ട്, ഒരുത്തൻ പാൻസ് ധരിച്ചിട്ടുണ്ട്, ഒരുത്തൻ്റെ വാപ്പാക്ക് ദാരിദ്ര്യം ആയതുകൊണ്ട് കീറിയ പാൻസാണ് ധരിച്ചിരിക്കണേ. ഇവർ 4 പേരും എൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ ഒരുത്തൻ എന്നെ ഇങ്ങനെ നോക്കണുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ് നോക്കണേ, കാരണം അടി കിട്ടാൻ ചാൻസ് കൂടുതൽ നമുക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് നോക്കണേ? ഒന്നുമില്ല ഉസ്താദെ, എവിടെ കണ്ടു പരിചയമുണ്ട്. ഞാൻ ചോദിച്ചാൽ എവിടെ നിന്നാ കണ്ടു പരിചയം? അത് ഓർമ്മ കിട്ടണില്ല ഉസ്താദെ. ഉസ്താദ് ആ തൊപ്പി ഒന്ന് എടുത്ത് വെക്കുമെന്ന് ചോദിച്ചു. ഞാൻ തൊപ്പി എടുത്ത് വെച്ചു, മനസ്സിലാകണില്ല ഉസ്താദെ. അപ്പോൾ ഷാളുണ്ട്, ആ ഷാളും കൂടി ഒന്ന് എടുത്തിട്ട് ഉസ്താദെ ഇട്ടു. ഉസ്താദ് ഒന്ന് പ്രസംഗത്തിന് പോകണം ആശിക് താരിമി വെച്ചപ്പോൾ നമ്മൾ ലുക്കിലല്ല കാര്യം, വർക്കില്ല കാര്യം, ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായിരുന്നോ? ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ വയലിന് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു, നീ എൻ്റെ വയൽ കേൾക്കുന്നവനാണല്ലോ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ആ സമയത്ത് ഈ ചങ്ങാതി പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളുടെ വയൽ കാണുമ്പോൾ അതിലൊക്കെ നിങ്ങൾ വെളുത്തിട്ടാണ് ഉസ്താദെ, നേരിട്ട് കാണുമ്പോൾ കറുത്തിട്ടാണ്, മനസ്സിലായില്ല ഉസ്താദെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിച്ച്. അല്ല കറുപ്പിലോ വെളുപ്പിലോ ഒന്നല്ല കാര്യം, നമ്മുടെ മുഖം എങ്ങനെ ഉണ്ടാകണം? വെളുത്തിരിക്കണം, മുഖം പ്രകാശിച്ചിരിക്കണം. ആ മുഖം പ്രകാശിക്കാനായിട്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. നമ്മുടെ സഹോദരിമാരൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു ദിക്ർ എന്ത് ചെയ്യുക? സഹോദരിമാർ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മുഖം വെളുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ പറയുന്നൊരു ദിക്ർ ആരാണോ ഒരു ദിവസം 256 തവണ ചെല്ലണത്, മഹാന്മാർ പറയുന്നു അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം ഉണ്ടാവും. ഏതാ? യാ നൂറു യാ അല്ലാ, യാ നൂറു യാ അല്ലാ എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ 256 തവണ ആരെങ്കിലും ഒരാളെ ചൊല്ലിയാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം ഉണ്ടാവുന്ന. ഇനി നാളെ തൊട്ട് വേറെ ദിക്റൊന്നും ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഒന്നുമില്ല.
ഫുൾ ടൈം യാ നൂറ് യാ അല്ലാ, യാ നൂറ് യാ അല്ലാ, യാ നൂറ് യാ അല്ലാ. ഉസ്താദ് വേണേ നിസ്കാരം കഴിഞ്ഞിട്ട് അഫ്ളൽ ദിക്ർ എന്ന് പറയുമ്പോൾ അപ്പോഴും യാ നൂറ് യാ അല്ലാ. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, 256 തവണ ഈ പറഞ്ഞ ദിക്ർ ആരെങ്കിലും ഒരാൾ ചെല്ലിയാൽ അവരുടെ മുഖത്ത് പ്രകാശം ഉണ്ടാകും. നിസ്കരിച്ചാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, മുഖത്തൊരു പ്രകാശം ഉണ്ടാവും അല്ലേ. മിക്ക ആളുകൾക്ക് നിസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക പ്രതിസന്ധി ഉണ്ടാവുക. ഇപ്പം എന്നോട് ഇന്നൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ പെണ്ണ് കിട്ടണില്ല ഉസ്താദെ. ഇന്നൊരു സഹോദരൻ പെണ്ണ് കിട്ടണില്ല ഉസ്താദെ, ഭയങ്കര പ്രതിസന്ധി ഉസ്താദെ, ഇങ്ങനെ മുടങ്ങി പോകും ഉസ്താദെ. ഞാൻ അവനോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, എടാ നിസ്കാരം നിത്യമായിട്ട് നിർവഹിക്കണുണ്ടോ? കൊഞ്ചം ഉസ്താദെ, കുറച്ച് ഇങ്ങനെ നിർവഹിക്കൽ കാര്യമുണ്ടോ? നിസ്കരിക്കാതെ വയല് കേട്ടിട്ട് കാര്യമുണ്ടോ? നിസ്കരിക്കാതെ വയല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിസ്കരിക്കാതെ സിയാറത്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ ചില ആളുകളുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരും, അതിൻ്റെ അകത്ത് കയറിയിട്ട് ഫനായും ഫസാദും പറയാൻ വേണ്ടി മാത്രം പള്ളിയിൽ വരാൻ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഇപ്പം എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. ഞാൻ ചായക്കടക്കാരെ കുറ്റം പറഞ്ഞല്ല. ചില ചങ്ങാതിമാർ അസർ കഴിഞ്ഞിട്ട് ചായക്കട വരും, ചായ ഓർഡർ ചെയ്യും, കടി കഴിക്കൂല. ചായ ഓർഡർ ചെയ്യും, അസർ നിസ്കരിച്ചിട്ട് ചായക്കട വരും, ചായ ഓർഡർ ചെയ്യും, കടി ഓർഡർ ചെയ്യൂല. ചായക്കടക്കാൻ ചോദിക്കും, കട്ട്ലേറ്റ് എടുക്കട്ടെ? വേണ്ട. സമൂസ എടുക്കട്ടെ? വേണ്ട. ഇന്നലത്തെ പൊറോട്ട ഉണ്ട് ചൂടാക്കേണ്ട, എടുക്കട്ടെ? വേണ്ട. അതൊന്നും വേണ്ട. ഈ ചങ്ങാതി ചായ കുടിക്കും, പള്ളിയിലെ ഹത്തീബിനെ കടിക്കും. ഈ ചങ്ങാതി ചായ കുടിക്കും, പള്ളിയിലെ കമ്മിറ്റിയെ കടിക്കും. ചായ കുടിക്കും, മുത്തലിമിങ്ങളുടെ കുറ്റവും കുറച്ചിലൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ പറയണ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിശി. എവിടെന്നാ വരണേ? KSRTC ബസ്സിൽ നല്ല ഇറങ്ങി വരണേ, വേറെ എവിടെന്നല്ല വരണേ. പരിശുദ്ധമാക്കപ്പെട്ട അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പള്ളിക്കകത്ത് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ചങ്ങാതി പുറത്തിറങ്ങി വന്നിട്ട് ഫനായി ഫസാദും പറയാ. അള്ളാഹു നൽകുമാറാവട്ടെ. ആ പള്ളിക്കകത്ത് കയറിയിട്ട് ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. അപ്പോൾ ഒന്നേതാ, ഖുർആൻ ഓതണം. 2 ഏതാ, ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ നിസ്കരിച്ചാൽ അവർ മരിക്കും, ഈമാനോടെ മരിക്കും. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കൂടി ഉണ്ട്, പറഞ്ഞൂടെ? ഇരിക്കും. ഇൻഷാ അല്ലാ. നാളെ ഉണ്ട് വയല്, മറ്റന്നാളൊക്കെ വയലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ശ്രദ്ധിച്ചേക്കാം. ഇനി പോയി കഴിഞ്ഞിട്ട് പറയരുത് ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. ദുനിയാവിലെ വിജയികളാരാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവർ. അതിനുള്ള 4 അടയാളങ്ങൾ: 1 ഖുർആൻ ഓതണം, 2 എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മൾ നിസ്കരിക്കണം, 3 ഏതാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാ, ദുനിയാവിലെ വിജയികളുടെ 3ാമത്തെ അടയാളമുണ്ടല്ലോ. ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, സഹാബാ, ആരെങ്കിലും ഒരാൾ പടച്ചവനെ മാതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ, പിതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ, അൽഹംദുലില്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. പടച്ചവനെ വാപ്പ ചൂടാകുമ്പോ, പടച്ചവനെ ഉമ്മ ചൂടാകുമ്പോ, വാപ്പയെ തെറി പറയുന്ന മക്കളോ, ഉമ്മയെ തെറി പറയുന്ന മക്കളോ പാടില്ല ചെറുപ്പക്കാരാ. വാപ്പയുടെ പൊരുത്തം വാങ്ങിച്ചോ, ഉമ്മയുടെ പൊരുത്തം വാങ്ങിച്ചോ. പെരിങ്ങത്തൂരിന്റെ മക്കാമുകളിലോ, പെരിങ്ങത്തൂരിലെ ഖബർസ്ഥാനിലോ നമ്മുടെ വാപ്പയുണ്ടല്ലോ, നമ്മുടെ ഉമ്മയുണ്ടല്ലോ. അവരുടെ ഖബറിന്റെ ചാര ചെന്നിട്ട് വെള്ളിയാഴ്ച ദിവസം മാത്രം പോയാൽ പോരാ, നമ്മളെ കൊണ്ട് കഴിയുമ്പോ അവിടെ ചെന്നൊരു ഫാത്തിഹ ഓതാ കഴിയണം. പ്രിയപ്പെട്ടവര്, മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവര് അവരുടെ ഖബറിന്റെ ചാരത്തേക്ക് പോകാതിരുന്നാൽ പോരാ. അല്ലാഹുവേ, അവര് നമ്മളെ പോറ്റിയവരാ, അവര് നമ്മക്ക് മുലപ്പാല് തന്നവരാ. നമ്മുടെ വാപ്പയുണ്ടല്ലോ, നമ്മക്ക് വേണ്ടി പണിയെടുത്തവരാ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുവൈറ്റിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിരുന്ന പാവപ്പെട്ട പ്രവാസികളാ. പടച്ചവനെ, എത്രയോ മലയാളികളാ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഫ്ലാറ്റിൽ എന്റെ പ്രിയപ്പെട്ടവരെ തീ പിടിച്ചു.
ചിന്തിച്ചപ്പോ എത്രയോ മലയാളികളാ, എത്രയോ പാവങ്ങളാ, എത്രയോ മുസ്ലിമീങ്ങളാ, എത്രയോ അമുസ്ലിമീങ്ങളാ, അവര് കുടുംബത്തിന് വേണ്ടി പോയവരാ. അവരിൽ എത്രയോ വാപ്പമാരുണ്ട്, അവരിൽ എത്രയോ ചെറുമക്കളുള്ള വാപ്പമാരുണ്ട്, അവര് കുടുംബത്തിന് വേണ്ടി വിദേശ രാജ്യത്ത് പോയവരാ. അല്ലാഹുവേ, എത്രയോ പാവങ്ങളാ ലോകത്ത് നിന്ന് വിട പറഞ്ഞില്ലേ. നമ്മുടെ പാവപ്പെട്ട പ്രവാസികള് എത്രയോ പേര് വിദേശ രാജ്യത്ത് കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുന്നവരാ. അറേബ്യയുടെ മണ്ണിൽ ചെന്നിട്ട്, അറേബ്യയുടെ മണ്ണിൽ ചെന്നിട്ട് അറബിയുടെ ചാട്ടവാറിന് അടികൊള്ളുന്നത് ആർക്കു വേണ്ടിയാ? കുടുംബത്തിന് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയില് ഈ വിനീതൻ എന്റെ പ്രിയപ്പെട്ടവരെ വാങ്ങിന് പോയപ്പോ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞതാ. ഉസ്താദേ, നമുക്കൊരു വീട്ടിലേക്ക് പോകാറുണ്ട്, നമുക്കൊരു വീട്ടിലേക്ക് പോകാറുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ രണ്ടുപേര് കടന്നു വരികയാ. ഒരു പ്രായപൂർത്തിയായ ഒരു സഹോദരിയും സഹോദരനും എന്റെ പ്രിയപ്പെട്ടവര് കടന്നു വരികയാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ ഇരിക്കുമ്പോ എന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുകയാ, ഉസ്താദ്, ഇവളുടെ വീട് പൊന്നാനിയിലാണ് ഉസ്താദ്, ഇവള് മുസ്ലിമാണ് ഉസ്താദ്, ഇവളിവന്റെ കൂടെ ഒളിച്ചോടി വന്നതാ, ഇവളുടെ നിക്കാഹുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ കഴിയോ, എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയോ? ഉസ്താദേ, ഇവള് പൊന്നാനിയിലുള്ള ഉസ്താദേ, ഇവൻ ചാടിച്ചോണ്ട് വന്ന ഉസ്താദേ. അല്ലേ, നമ്മുടെ മക്കള് 17 വയസ്സാകുമ്പോൾ നമ്മുടെ വീട്ടിൽ മതിൽ കെട്ടുമ്പോൾ പറയും, വാപ്പാ ചെറിയ മതിൽ കെട്ടിയാൽ മതി. കാരണം എന്തേ, 18 വയസ്സാകുമ്പോൾ താത്താക്ക് ചാടാനല്ലേ. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ മംഗലാപുരത്തോ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകും. അവിടെ പോണവരൊക്കെ തെറ്റുകാരെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ ഈ നല്ല ഈമാനുള്ള അതബുള്ള മക്കൾ എവിടെ പോയാലും നല്ലപോലെ ആവും. ഈമാനുള്ള അതബുള്ള നല്ല വാപ്പാൻ്റെ ഉമ്മാൻ്റെയും മക്കളാണെങ്കിൽ അവർ തഖ്വയോടെ പഠിച്ച് ബാംഗ്ലൂരാണെങ്കിലും മദ്രാസിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും നല്ല പോലെ തിരിച്ചു വരും. ചില മക്കളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, മഫ്തയിട്ട് കോളേജിൻ്റെ മതിൽ ചാടുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരാരാ? അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. വയനാട്ടിൽ രാത്രി ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ ചാരത്തേക്ക് ഒരു സഹോദരൻ പ്രായപൂർത്തിയായ പെണ്ണിന് 20 വയസ്സ്, ചെറുപ്പക്കാരൻ 24 വയസ്സ്, രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ എന്താ ഉസ്താദേ, ഞാൻ ഇവളെ ചാടിച്ചോണ്ട് വന്ന ഉസ്താദേ. ഞാൻ നിക്കാഹ് കഴിഞ്ഞോ? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല ഉസ്താദേ. ഇത്രയും ദിവസം എവിടെ താമസിച്ചേ? ഈ വീട്ടിലെ ഉസ്താദ് ഞങ്ങൾ താമസിച്ചേ, ഈ വീട്ടിലെ വല്ല മസാല ഉണ്ടോ ഉസ്താദ് ഒന്നിക്കാൻ? എന്നിങ്ങനെ വല്ല മസാല ഉണ്ടോ ഉസ്താദ് ഒന്നിക്കാൻ? ഞാനിങ്ങനെ പറഞ്ഞു. പെണ്ണിൻ്റെ വാപ്പ ജീവിച്ചിരിക്കണ കാലത്തുള്ള മസാലകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പെണ്ണെന്നോട് പറയാ, ഉസ്താദെ നിങ്ങൾ എന്തർത്ഥത്തിൽ അയാളെ വാപ്പാന്ന് വിളിച്ച ഉസ്താദെ? അയാളെ വാപ്പാന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഉസ്താദെ വിളിച്ച? ഞാൻ പറഞ്ഞു, മോളെ, നിന്നെ 18, 19, 20 വയസ്സ് വരെ നിന്നെ നോക്കിയത് നിന്റെ വാപ്പയാ ഉസ്താദെ. എനിക്ക് അയാളെ വാപ്പയെന്ന് വിളിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്തേ? അയാൾ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല. എന്താ കാരണം? വാപ്പ എന്ന് സ്വന്തം വാപ്പയെ വിളിക്കാൻ തോന്നിയില്ല. കാരണം എന്തേ? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വാപ്പയോട് ദേഷ്യമോ, കാരണം എനിക്ക് ഈ ചെറുപ്പക്കാരനെ കെട്ടിച്ചെന്നില്ല. ഞാൻ ചോദിച്ചു ഇവനോട്, എടാ നീ എങ്ങനെ ഇവളെ പരിചയപ്പെട്ടെ? ഇൻസ്റ്റയിൽ കൂടെ ഉസ്താദെ. എന്താ പറഞ്ഞേ? ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈക്ക് കൊടുത്ത ഉസ്താദെ. ഓൾ ഇങ്ങോട്ട് ലൈക്ക് ചെയ്തു, പിന്നെ ഷെയറായി, ടാഗായി, കൊളാബായി, ഇൻവൈറ്റായി, പിന്നെ എല്ലാം ഉസ്താദെ. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പം ഞാൻ പറയും, വാപ്പാൻ്റെ ഉമ്മ ഇല്ലാതെ, ഉമ്മാടെയും പൊരുത്തം ഇല്ലാതെ ഏത് മതിൽ ചാടിയാലും അള്ളാഹു കുടുംബജീവിതത്തിൽ ബർക്കത്ത് തരുമോ? ബർക്കത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മണൽ അനുഗ്രഹിക്കും. ഞാൻ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ആ പള്ളിയുടെ സെക്രട്ടറിക്ക് ഇത് തന്നെ പണി. ഒളിച്ചോടുന്നവരെ പിടിച്ചു കൊണ്ടുവരിക, കെട്ടിച്ചു കൊടുക്കുക. ഒളിച്ചോടുന്നവരെ കൊണ്ടുപോവുക, പിടിച്ചോണ്ട് വരിക, കെട്ടിച്ചു കൊടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെയൊക്കെ സെക്രട്ടറി ഈ മഹലിലൊക്കെ ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എല്ലാ മഹലും അങ്ങനത്തെ സെക്രട്ടറി അങ്ങനെ ആലോചിച്ച് നോക്കിയേ. അള്ളാഹു പിള്ളേർ വെറുതെ ഇരിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയും, നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം? നല്ലപോലെ നമ്മൾ നോക്കണം. ചില വീട്ടിലൊക്കെ ചെന്നാൽ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ചില മാതാപിതാക്കൾ ഓടി വന്നിട്ട് പറയും, ഉസ്താദേ എൻ്റെ മക്കൾക്ക് 5ാം ക്ലാസ്സിൽ സമസ്തയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉസ്താദേ. മദ്രസ വാക്യം നിർത്തി ഉസ്താദേ. എന്താ പറയണേ? 5ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ എന്തോ MBBS കിട്ടിയത് ചില ചങ്ങാതിമാർക്ക്. അല്ലാഹു കാത്തിരി പാടില്ല. നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ഇൽമു കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ മക്കൾക്ക് ഇൽമു കൊടുക്കണം. ഞാനൊക്കെ മദ്രസ പഠിപ്പിച്ചിരുന്ന ഒരു സമയത്ത്, ഒരു 3 കൊല്ലം മുമ്പ്, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കളെ, സ്കൂളിൽ പഠിക്കുമ്പോൾ റാങ്കിന് വേണ്ടി പഠിച്ചോണം.
സ്കൂളിൽ പഠിക്കുമ്പോൾ 1ാം റാങ്ക് 2ാം റാങ്ക് 3ാം റാങ്ക് കിട്ടുന്ന റാങ്കിന് വേണ്ടി പഠിച്ചോണം. പക്ഷേ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരിക്കലും റാങ്കിന് വേണ്ടിയാകാൻ പാടില്ല. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം, അല്ലേ? സ്വന്തം ബാപ്പ മരിച്ചു കിടക്കുമ്പോൾ ഇമാമ് നിൽക്കണമെങ്കിൽ A² + B² പഠിച്ചാൽ നടക്കോ? നടക്കില്ല. സ്വന്തം വാപ്പ മരിച്ചു കിടക്കുമ്പോൾ വാപ്പാനെ കബറിൽ ഇറക്കി വെച്ചിട്ട് അവിടെ ഒന്ന് നമുക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ MBBS പഠിച്ചാൽ നടക്കൂല. അതിന് മദ്രസയിൽ പോകണം, ദർസിൽ പോകണം, ഇൽമു പഠിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, മക്കൾ നന്നാകണമെങ്കിൽ അവർക്ക് ഇൽമു കൊടുത്താൽ സ്വാഭാവികമായിട്ടും വാപ്പാനും ഉമ്മാനും എന്ത് ചെയ്യും? അവർ സ്നേഹിക്കും. അല്ലാഹു കാത്തിരിക്കുക. വാപ്പയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങുന്നവരാരാ? അവർക്കും മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പാ. ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഉമ്മ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പാ. ഉമ്മ മരിച്ചവർ അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആഴ്ചയിൽ 7 ദിവസം അവരുടെ ഖബറിൻ്റെ ചാരെ പോയി സിയാറത്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പാ. ആരെങ്കിലും ഉണ്ടോ? 7 ദിവസം മുടങ്ങാതെ പോണേ. 7 ദിവസം മുടങ്ങാ. ഒന്ന് ഞാൻ ആരെയും കളിയാക്കിയല്ല, കുറ്റപ്പെടു. 2 3 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല. നമ്മുടെ സമയങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ചിലവ്. ഇനി 7 ദിവസം പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വെള്ളിയാഴ്ച ദിവസം ഇല്ലെങ്കിൽ ആ ദിവസം ചിലപ്പോൾ നമ്മൾ നമ്മുടെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിൻ്റെ ചാരെ പോകൂല. ചില ആളുകളുണ്ട്, മൂത്രപ്പരയിലേക്ക് വന്നല്ലേ എന്നിട്ട് കയറിയേക്കാം. എന്താ പറയണേ? മൂത്രപ്പരയിലേക്ക് എല്ലാ പള്ളിയുടെയും മൂത്രപ്പര പള്ളിക്കാട്ടിലായിരിക്കും ഉണ്ടാകുക. അവിടം വരെ എന്തായാലും നടന്നു വന്നല്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ചില പള്ളിയിലൊക്കെ പോയാൽ മൂത്രപ്പരയിൽ ഭയങ്കര വൃത്തിയായിരിക്കും. പള്ളിക്കാട്ടിൽ കാടും പാമ്പും ചേരൊക്കെ ആയിരിക്കും. പള്ളിക്കാടൊക്കെ എപ്പോഴും നമ്മളെന്തിനും വൃത്തിയാക്കി എന്ത് ചെയ്യണം? കൊണ്ടുനടക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു ഹദീസ് ഉണ്ട് കേട്ടോ. റസൂലുള്ളാഹി പറയുകയാ, മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ. ഉമ്മ മരിച്ചവരെ നഷ്ടമാ ചെറുപ്പക്കാരാ, കഴിഞ്ഞ റമളാനില് ഈ മനോഹരമാകുന്ന കണ്ണൂർ ജില്ലയില് CH സെന്ററിൽ ഞാൻ പോകുമ്പോ അവിടെ ഒരുപാട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ. ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്താൽ, ഉമ്മയുടെ കണ്ണിന്റെ ഭാഗത്ത് ഉമ്മിച്ചാക്കും മുത്തം കൊടുത്തു കഴിഞ്ഞാൽ കാന ലഹു സിത്റൻ മിനന്നാർ. അത് നരകത്തിൽ നിന്ന് കാവല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ നെറ്റിത്തടത്തിന് മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് കാവല. ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെയും പൊരുത്തം വേണം, ഉമ്മയുടെയും പൊരുത്തം വേണം. അപ്പോൾ 1 ഖുർആൻ ഓതണം, 2 നിസ്കരിക്കണം, 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണം. ഇൻഷാ അല്ലാഹ് 4 അതിന് മുമ്പ് ഒരു ബക്കറ്റ് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഉണ്ടാക്കുക. ബക്കറ്റില്ല. അത് പറയാം ഇൻഷാ അല്ലാഹ്. ബക്കറ്റില്ല. ഇൻഷാ അല്ലാഹ് അത് പറയാവേ ഇൻഷാ അല്ലാഹ്. 4 ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് മരിക്കണ സമയത്ത് തീമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 എൻ്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതണം, 2 എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കണം, 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം വേണം, 4 ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മരിക്കുമ്പോൾ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. എല്ലാ കാര്യത്തിനും നീയത്തിൻ്റെ പ്രിയപ്പെട്ടവർ അനിവാര്യ. എല്ലാ കാര്യത്തിനും നീയത്ത് അനിവാര്യമാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷം. നമ്മുടെ ഈ പള്ളിയിൽ അൽഹംദുലില്ലാ മനോഹരമാകുന്ന അറബിക് കോളേജുണ്ട്, എല്ലാം ഉണ്ട്, ശരിയത്ത് കോളേജുണ്ട്, ഹിഫ്ള് കോളേജുണ്ട്, ദറസുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാ വരുമാനങ്ങളും അൽഹംദുലില്ലാ നമ്മുടെ ഈ മക്കാമിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് മുടക്കില്ലാതെ പോവാം. നമ്മുടെ പ്രിയപ്പെട്ട ആ മക്കളുടെ ചെലവിലേക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ചെലവിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും 1000 റുപ്യ, ഒരു വർഷത്തേക്ക് എത്രയാവും? 12,000 റുപ്യ. അത് ഗഡുക്കളായിട്ട് കൊടുക്കാം, ഒരു മാസത്തിൽ 1000 കൊടുക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ കൊടുക്കാം. മാസത്തിൽ 1000 റുപ്യ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക?
കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എന്താ കൊടുക്കണം. അത് ഇപ്പോഴല്ല പറയണ്ടേ, ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ആ പേര് നിങ്ങൾ പറയണം. ഒരു 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 മാസത്തേക്ക് 6 റുപ്യ, ഒരു വർഷത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ 12 റുപ്യ. ഞാൻ പറഞ്ഞു സദക്ക കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ വെറുതെ ആകൂല. സദക്ക കൊടുക്കുന്നത് വെറുതെ ആകൂല. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ വീടിൻ്റെ മുമ്പിലേക്ക് ഒരു യാചകൻ ഇങ്ങനെ കടന്നു വന്ന നബി തങ്ങളോട് ചോദിച്ചു, നബിയെ വിശക്കുന്നു നബിയെ, എന്തായിക്കണേ വിശക്കുന്നു നബിയെ. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ, ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഇവിടെ ഒന്നും കഴിക്കാനില്ല നബിയെ, ഇവിടെ ഒന്നും കഴിക്കാനില്ല നബിയെ. അള്ളാൻ്റെ റസൂല, ലോകത്തിൻ്റെ പ്രവാചകരാ, അള്ളാൻ്റെ ഹബീബാകുന്ന നബി തങ്ങൾ കൈപിടിച്ചു യാചകനോട് പറഞ്ഞു, അദൂരെ കാണുന്ന വീട് എൻ്റെ ഫാത്തിമയുടെ വീടാ, അതെൻ്റെ ഫാത്തിമയുടെ വീടാ. ആ ഫാത്തിമയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമ ഭക്ഷണം തരുമെന്ന് ആര് പറഞ്ഞു? ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ 1000 രൂപ കൊടുക്കാൻ പറയുമ്പോ സദക്ക കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു തരുന്ന പ്രതിഫലമേതാ, അല്ലാഹു തരുന്ന മഹത്വമേതാ. യാചകന ഫാത്തിമ ബീവിയുടെ ചാരത്ത് ചെല്ലുകയാ, ഫാത്തിമ ബീവിയോട് പറയുകയാ, ഫാത്തിമ കഴിക്കാൻ ഭക്ഷണം തരുമോ? ഫാത്തിമ ബീവി വീടിന്റെ അകത്തേക്ക് ചെല്ലുകയാ, പടച്ചവനെ പാത്രങ്ങൾ പരതുകയാ, കഴിക്കാൻ ഭക്ഷണമില്ലോ, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ പുറത്തേക്ക് വരുമ്പോ ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പിങ്ങനെ എടുക്കുകയാ, അതെടുത്തുകൊണ്ട് യാചകന് കൊടുക്കുകയോ. യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ഫാത്തിമ പുതപ്പ് വേണ്ട ഫാത്തിമ, ഭക്ഷണം തരുമോ ഫാത്തിമ? ഫാത്തിമ ബീവി വീടിന്റെ അകത്തേക്ക് ചെല്ലുകയാ, പടച്ചവനെ സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാ റബ്ബേ റസൂലുള്ള പറഞ്ഞു വിട്ടിട്ടു, ഈ ഫാത്തിമയുടെ വീടിന്റെ മുമ്പിൽ ഒരു യാചകനുണ്ടല്ലോ, കരഞ്ഞു വന്നു, അല്ലാ കൊടുക്കാനും നിവർത്തിയില്ല അല്ലാ. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് കരയുമ്പോ കണ്ണുനീരിങ്ങനെ ദ്വാരയായി ഒലിക്കുകയാ, ഭൂമിയിലേക്ക് വീഴുകയാ. ഭൂമിയിലേക്ക് വീഴുമ്പോ ഒരശരീരി കടന്നു വരികയാ. കരയല്ല ഫാത്തിമ, എണ്ണീക്കു ഫാത്തിമോ. വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അലമാരയിൽ ഒരു സമ്മാനമുണ്ട് ഫാത്തിമ. ഫാത്തിമ ബീവി എണ്ണീക്കുന്നു, അലമാരയുടെ ചാരത്ത് ചെല്ലുന്നു, വസ്ത്രങ്ങൾ എടുത്തു മാറ്റുമ്പോ ഒരു പൊതി ഇങ്ങനെ ലഭിക്കുകയാ. ആ പൊതി തുറന്നു നോക്കുമ്പോ അതിലൊരു മാലയാ, അതിലൊരു മുത്തിന്റെ മാലയാ. അതിൽ ചുംബനം കൊടുക്കുകയോ, കരഞ്ഞുകൊണ്ട് യാചകന്റെ കൈകളിലേക്ക് ആ മാല കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫാത്തിമ കരയുകയോ, യാചകൻ വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ചാരത്ത് ചെല്ലുകയാ. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ആ മാല കൊടുക്കുമ്പോ റസൂലുള്ളാഹി കരയുകയാ, സഹാബത്തിനോട് പറയുകയാ, ഈ മാലയുണ്ടല്ലോ ഇതാരുടെ മാലയെന്നറിയോ? ഇതെന്റെ ഖദീജയുടെ മാലയാ. ആ മാല ഫാത്തിമയ്ക്ക് കൊടുത്തതോ? ഈ മാലയാണ് പാവപ്പെട്ടവർക്ക് കൊടുത്തതെന്ന് പറയുമ്പോ റസൂലുള്ളാഹി പട്ടിണി കിടന്നിട്ടുണ്ട്, റസൂലുള്ളാഹി പട്ടിണി കിടന്നിട്ടുണ്ട്. ആ സമയത്തല്ലോ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ഊരി കൊടുക്കാത്ത മാലയുണ്ടല്ലോ, ഒരു യാചകന് വേണ്ടി കൊടുത്തെന്ന് പറയുമ്പോ സദക്ക കൊടുക്കുന്നവരെ, ദാനധർമ്മം ചെയ്യുന്നവരെ, അൽഹംദുലില്ലാഹ് ആയിരങ്ങൾ കൊടുക്കുന്നവരെ, നിങ്ങൾക്ക് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ കയ്യിലിരിക്കുന്ന മാല എൻ്റെ പ്രിയപ്പെട്ടവർ ഓടിക്കൊടുത്തു. ഒരു യാചകൻ ചോദിച്ചപ്പോൾ അതാ സ്വതക്ക. ആരാണോ സദക്ക കൊടുക്കുന്നത് അവർക്ക് അൽഹംദുലില്ലാഹ് മരിക്കുമ്പോൾ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.